ഹേ ഗായ്സ് വാട്സ്ആപ്പ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളെ ലെറ്റ്സ് പ്ലേ എട്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബിഗ് സ്റ്റോറേജ് ഏരിയക്കുള്ള റൂം കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റോറേജ് റൂമിന് പണി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളൊരു മരം വെട്ടുന്നതിന്റെ ടൈം ലാപ്സ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. Hey guys, what's up? It's me Nishan and you're watching Nishan Plays. അപ്പൊ ഗൈസ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ സ്റ്റോറേജ് ഏരിയക്ക് വേണ്ട മരം വെട്ടുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ടൈം ലാപ്സ് കണ്ടിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ടൈം ലാപ്സ് കണ്ടിട്ട് വരും. അപ്പൊ ഗൈസ് ഈ സ്റ്റോറേജ് ഏരിയക്ക് ആവശ്യമായ മരം വെട്ടുന്നതിന്റെ ഒരു ടൈം ലാപ്സ് കണ്ടിട്ട് പോയോ. അപ്പൊ ഗൈസ് നമ്മൾ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളെ ഗെയിമിൽ ആദ്യത്തെ ഒരു പട്ടിക്കുട്ടിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ടൈം ചെയ്യാം. അപ്പോ ഈ പട്ടിക്ക് ഇടാൻ പറ്റിയ ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കമന്റില്. അപ്പൊ ഇനി നമുക്ക് ബാക്കി മരം വെട്ടുന്നതിന്റെ ടൈം ലാപ്സ് കൂടി കാണാം. അപ്പൊ ഗൈസ് ഇതേ നമ്മള് കളിച്ചോണ്ടിരിക്കുമ്പോ പിന്നെയും 3 പട്ടിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഇവര് 3 പേർക്ക് നമ്മള് പെട്ടെന്നൊരു പേര് വന്നു, ഡിങ്കു മിങ്കു ചിങ്കു. അപ്പൊ ഇവര് 3 പേരാണ് ഡിങ്കു മിങ്കു ചിങ്കു. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ ബെൽറ്റിന് ഓരോരോ കളർ കൊടുക്കാം. Simply Guitar is the best app for complete beginners. This was my life before I got it. Then you just put your fingers here and start playing. Wait, what? Like this? Don't think I'm doing it right. Great job. Now let's move on to something harder. Harder? I can't even strum yet. Great job. I didn't do anything. Great job. അപ്പൊ നമുക്ക് ഇവര് രണ്ടുപേരും ഡൈ ചെയ്യാം. Actually listen to you. Simply. സോറി. ഇനി എല്ലാരും എണീക്കാം, നമുക്ക് വീട്ടിൽ പോവാം. അപ്പൊ ഇനി നിങ്ങൾ ബാക്കിയുള്ള വുഡ് എടുക്കുന്ന ടൈം ലാപ്സ് കൂടി കാണാം. അപ്പൊ ഗൈസ് നമ്മൾ മരം വെട്ടിക്കൊടുത്തിട്ട് ഇവിടെ ഔട്ട്ലൈൻ വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമുക്ക് ഔട്ട്ലൈൻ വരക്കാം. അങ്ങനെ മാറിക്കലാടുന്നു ഗൈസ്. ഇപ്പൊ പട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഞാൻ അറിയാതെ അവർക്ക് ഫുഡ് കൊടുത്തു, അവരിപ്പോ ബ്രീഡായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. ഇനി ഈ ചെസ്റ്റ് വെക്കുന്നിടത്ത് നമ്മൾ വെറുതെ നമ്മളെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യണില്ല. ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അവിടെ കോബിൾ സ്റ്റോൺ തന്നെ വെക്കാം. അത് കുറെ ഉണ്ട്. അപ്പോ ഇത് ഫുള്ള് ഫില്ല് ചെയ്തതിനു ശേഷം കാണാം. അപ്പോഴത്തേക്ക് നമ്മൾ അതിനുള്ളിൽ ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെസ്റ്റ് വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബില്ല് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ചെസ്റ്റ് വെച്ചതിന് ശേഷം കാണാം. അതെ ഗൈസ്, ഒരുപാട് നേരമായി ഞാൻ ചെസ്റ്റ് വെക്കാന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പൊ അത് അത്യാവശ്യം ഇവിടെ എന്നെ കൊണ്ട് പറ്റണ പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫ്ലോറും മുകളിലത്തെ ഭാഗം മാത്രമേ ചെയ്യാനുള്ളൂ. അപ്പൊ ഇനി അതുകൂടി ചെയ്തിട്ട് കാണാം.
അപ്പൊ ഗൈസ് നമ്മുടെ സ്റ്റോറേജ് ഏരിയയുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിരിക്കണ ഒരു കാര്യം ആലോചിച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് ഉണ്ട്. ഓ, അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഗൈസ് ഇത് നമ്മളെ മെയിൻ സ്റ്റോറേജ് ഏരിയയുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടെ പോർട്ടൽ വെക്കാനുള്ളതാണ്, പക്ഷെ ഇപ്പൊ നമ്മുടെ ടോക്സൈൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഫർണിച്ചർ അടുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചെസ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഓർഗനൈസ് ചെയ്യാൻ ഞാൻ ഓഫ്ലൈനിൽ ചെയ്തോണ്ട് ക്യാമറയിൽ കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മളെ പ്രൊജക്ട് ബോർഡ്. ഇവിടെ ഒരു ഇതുകൂടി വെക്കാണ്ട്, ക്രാഫ്റ്റിംഗ് ടേബിൾ കൂടി. അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇത്രയും നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, അതുവരേക്കും ബൈ ബൈ.